സംസ്ഥാനത്തെ ഏറ്റവും ബുദ്ധിയുള്ള രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് പറയാൻ കാണും. സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നിരവധി നേതാക്കളെ ആ ഗണത്തിൽപ്പെടുത്തി നമുക്ക് ചൂണ്ടിക്കാണിക്കാനാകും. അതുപോലെ തന്നെ ഈ പാർട്ടികളെയൊക്കെ താങ്ങി നിന്ന് പോകുന്ന അതത് മുന്നണികളിലെ പല ചെറിയ പാർട്ടികളിലെ നേതാക്കളെയും ഈ കൂട്ടത്തിൽപ്പെടുത്താവുന്നതാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിലനിന്നു പോകാൻ രാഷ്ട്രീയ പ്രബുദ്ധത മാത്രം പോരാ, അത്യാവശ്യം ബുദ്ധിയും വേണമെന്നുള്ളത് തള്ളിക്കളയാൻ കഴിയാത്ത വസ്തുതയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ചില സാഹചര്യങ്ങളിൽ എടുക്കുന്ന ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ നിരവധി രാഷ്ട്രീയ മാറ്റങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പല രാഷ്ട്രീയ നേതാക്കൾക്കും പങ്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും ബുദ്ധിമാനായ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങളും ചിലപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. എന്നാൽ കേരളത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള സാമുദായിക നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം പേർക്കും ഒരു ഉത്തരം മാത്രമേ പറയാൻ കാണുകയുള്ളൂ. സാമുദായിക സംഘടനയെ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് മാത്രമല്ല രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം എന്ന് തെളിയിച്ച ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്ന ഉത്തരമായിരിക്കും ഭൂരിപക്ഷവും പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു സത്യമായ കാര്യമാണിത്. കാരണം സാമുദായിക സംഘടനയെ ഇത്രത്തോളം ഫലപ്രദമായി രാഷ്ട്രീയത്തിൽ ഉപയോഗപ്പെടുത്തിയ വ്യക്തി കേരളത്തിൽ മറ്റൊരാൾ ഉണ്ടാകില്ല. മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ പല നിലപാടുകളും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിവുള്ള വെള്ളാപ്പള്ളിയോളം വരുന്ന ഒരു വ്യക്തി കേരളത്തിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ തരാതരം പോലെ കണ്ടറിഞ്ഞ് അവർക്കൊപ്പം ചേർന്ന് നിൽക്കുകയും സാഹചര്യങ്ങൾക്കനുസരിച്ച് യാതൊരു മടിയുമില്ലാതെ നിലപാടുകളിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. രാഷ്ട്രീയത്തിൻ്റെ ട്രെൻഡ് അറിഞ്ഞ് പെരുമാറുക എന്നുള്ളത് ഒരു കഴിവാണ്. തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മുൻതൂക്കം ഉണ്ടാകുന്നത് എന്ന് മുൻകൂട്ടി കണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണച്ച് അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് സാമുദായിക സംഘടനകളുടെ ഒരു കഴിവ് തന്നെയാണ്. കാരണം ആ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ വലിയ വിലപേശലില്ലാതെ കാര്യങ്ങൾ തങ്ങളുടെ വരുതിക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് സാമുദായിക സംഘടനകൾക്ക് ഉറപ്പാണ്. എന്തായാലും ഈ മുൻകൂട്ടി കാണലിൻ്റെ കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനുള്ള കഴിവ് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോഴിതാ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിലെത്തുന്നത് ഏത് മുന്നണി ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ചില സൂചനകൾ വെള്ളാപ്പള്ളി നടേശൻ തന്നിരിക്കുകയാണ്. സൂചനകൾ തരിക മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട നീക്ക് പോക്കുകളും വെള്ളാപ്പള്ളി ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് സൂചനകൾ. ഈ അടുത്ത കാലത്തായി വെള്ളാപ്പള്ളിയിൽ നിന്നും ഉണ്ടാകുന്ന ചില വർത്തമാനങ്ങളും അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും കണ്ടാൽ അടുത്ത തവണയും കേരളത്തിൽ ഇടതുപക്ഷമാണോ അധികാരത്തിലെത്താൻ പോകുന്നത് എന്ന സംശയമാണ് പലർക്കും ഉയരുന്നത്. താൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന SNDP എന്ന സംഘടനയുടെ ബലത്തിൽ BDJS എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ആ പാർട്ടിയെ BJPയുടെ വീടിൻ്റെ പിറകുവശത്തെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുകയും ചെയ്ത ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. ഒരച്ഛൻ മകൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഉണ്ടാക്കിക്കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയാകുമ്പോൾ ആ അച്ഛനും നിൽക്കേണ്ടത് ആ മകൻ്റെ കൂടെയാണ്. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് വെള്ളാപ്പള്ളി. അദ്ദേഹം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നത് ഇടതുപക്ഷ അനുകൂല വർത്തമാനങ്ങളാണ്. പിന്നെ കുറച്ച് കോൺഗ്രസിൻ്റെ കാര്യങ്ങളും. കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്ന രമേശ് ചെന്നിത്തലയുടെ കാര്യം മാത്രം. ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ടുള്ള വർത്തമാനം ഇദ്ദേഹം പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെ നന്നായി വിമർശിക്കുകയും പുള്ളി ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വെള്ളാപ്പള്ളി തൻ്റെ മകന് നിർമ്മിച്ചു കൊടുത്ത BDJS എന്ന രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം നിൽക്കുന്നവരാണ് കേരളത്തിലെ BJP. എന്നാൽ കേരളത്തിലെ BJPയെ പുള്ളിക്കാരന് കണ്ടുകൂടാ എന്ന് തോന്നുന്നു. കാരണം വെള്ളാപ്പള്ളി നടേശൻ BJPയെ നന്നായി വിമർശിക്കുന്നുണ്ട്. താൻ നിർമ്മിച്ച് സ്വന്തം മകന് നൽകിയ പാർട്ടി ഇപ്പോൾ BJPയുടെ കൂടെയാണ് എന്നുള്ള ഒരു ചിന്തയും പുള്ളിക്കില്ല എന്നുള്ളതാണ് അത്ഭുതം. ഈ SNDPയുടെയും BDJSൻ്റെയും ഒക്കെ കാര്യത്തിൽ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് രാഷ്ട്രീയം നന്നായി അറിയാവുന്നവർക്ക് വരെ ഒരു പിടുത്തവുമില്ല. വെള്ളാപ്പള്ളിയും മകനും പിന്നെ BDJS പ്രവർത്തകരുമൊക്കെ കാണിച്ചു കൂട്ടുന്നത് കണ്ട് അന്തം വിട്ട് നിൽക്കാൻ മാത്രമേ സാധാരണക്കാർക്ക് കഴിയുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞല്ലോ, വെള്ളാപ്പള്ളി ഇപ്പോൾ ഇടതുപക്ഷ അനുകൂല സ്വരത്തിലാണ് സംസാരിക്കുന്നതും പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും. 2-3 മാസങ്ങൾക്ക് മുൻപ് അപ്രതീക്ഷിതമായി ഒരു പ്രവചനവുമായി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിരുന്നു. കേരളത്തിൽ LDF തന്നെ മൂന്നാമതും അധികാരത്തിലേറാനാണ് സാധ്യതയെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ അന്ന് പറഞ്ഞത്. താൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്തുകൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആ കാരണങ്ങൾ പരിശോധിച്ചാൽ ഇയാൾ പറയുന്നതിൽ കാര്യമില്ലേ എന്ന് നമുക്ക് തോന്നും.
അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നേതൃത്വം നൽകുന്ന എൻ.ഡി.എ കേരളത്തിൽ വോട്ടുകൾ പിടിക്കുമെന്നും അതിൻ്റെ ഗുണം ലഭിക്കുന്നത് എൽ.ഡി.എഫിനായിരിക്കുമെന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ വാദം. ഇടതുമുന്നണിയുടെ വോട്ടുകളേക്കാൾ യു.ഡി.എഫിൻ്റെ വോട്ടുകളാണ് കൂടുതലും എൻ.ഡി.എക്ക് ലഭിക്കുന്നത് എന്നാണ് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടുന്നത്. അതിന് ഗുണം കിട്ടുക ഇടതുമുന്നണിക്കായിരിക്കും. അതായത് വെള്ളാപ്പള്ളി പറയുന്നതനുസരിച്ച് എൻ.ഡി.എ മുന്നണി ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഐശ്വര്യമാണ്. ഇക്കൂട്ടത്തിൽ ഇടതുമുന്നണി എന്തുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളതിനും ഒരു വിശദീകരണം അദ്ദേഹം നൽകിയിരുന്നു. ഇടതുപാർട്ടികളെ സ്വന്തം രക്തം നൽകി വളർത്തിയവരാണ് പിന്നോക്ക പട്ടിക വിഭാഗങ്ങൾ. അവരെ മറന്ന് ന്യൂനപക്ഷ പ്രീണനം നടത്തിയതിൻ്റെ പ്രതിഫലനമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. തെറ്റ് തിരുത്തിയാൽ ഇടതുമുന്നണിയെ അവർ പിന്തുണയ്ക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അതായത് വെള്ളാപ്പള്ളി പറയുന്നത് SNDP യോഗം അഥവാ ഈഴവ സമുദായം ഉൾപ്പെടുന്ന പിന്നോക്ക വിഭാഗങ്ങളെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുത് എന്നായിരുന്നു. അഥവാ വീണ്ടും സർക്കാർ കണ്ടില്ലെന്ന് നടിച്ചാൽ ഇടതുപക്ഷം ചിലപ്പോൾ തോൽക്കും എന്നുള്ള ഒരു സൂചന കൂടി വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈഴവ സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയുന്ന SNDPയെ ഇനിയും വേണ്ട വിധത്തിൽ തന്നെ പരിഗണിക്കണമെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അന്ന് ഇക്കൂട്ടത്തിൽ തന്നെ ഇടതുപക്ഷത്തെ ആവശ്യത്തിലധികം പിന്താങ്ങാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. അന്ന് മുഖ്യമന്ത്രിയുടെ ശൈലിയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. എല്ലാ നേതാക്കൾക്കും ഓരോ ശൈലി ഉണ്ടാകും. മുഖ്യമന്ത്രിക്കും ഒരു ശൈലിയുണ്ട്. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്നൊന്നും പറയാൻ താൻ ആളല്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിരുന്നു. പിണറായി സർക്കാരിനെയും CPMനെയും താൻ തള്ളിപ്പറഞ്ഞിട്ടില്ല. അവരുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചതാണ്. യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അത് കടമയാണ്. തനിക്കെതിരെ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും മുസ്ലിം വിരുദ്ധനായും ഗാന്ധി വിരുദ്ധനായും കള്ളു കച്ചവടക്കാരനായും തന്നെ ചിത്രീകരിക്കാനാണ് വ്യാപക ശ്രമമെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചിരുന്നു. താൻ മുസ്ലിം വിരുദ്ധനൊന്നുമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഇതൊക്കെയാണ് 2 മാസം മുൻപ് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞ കാര്യങ്ങൾ. അതായത് ഇടതുപക്ഷം 3-ാം തവണയും തുടർച്ചയായി കേരളത്തിൽ അധികാരത്തിലെത്തുമെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ തരംഗവും UDF അനുകൂല സാഹചര്യങ്ങളും ഇല്ലെന്നാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം. അതായത് മാസങ്ങൾക്ക് മുൻപ് ഇങ്ങനെ പറയുക മാത്രമല്ല, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളുമായി വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് പോവുകയും ചെയ്തു. മകൻ തുഷാർ വെള്ളാപ്പള്ളി അധ്യക്ഷനായിരിക്കുന്ന BDJS ഇന്ന് BJP മുന്നണിക്കൊപ്പമാണെങ്കിലും ഏതു നിമിഷവും അത് മുന്നണി വിടാമെന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. പലരും പ്രതീക്ഷിക്കുന്നത് പോലെ BDJS മുന്നണി വിട്ടാൽ UDFിലേക്ക് ആയിരിക്കില്ല പോകുന്നത്, ഇടതുപക്ഷത്തേക്കായിരിക്കും. അതിനുള്ള ചർച്ചകളും കാര്യങ്ങളുമൊക്കെ വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങി വച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് തൻ്റെ മകൻ നയിക്കുന്ന പാർട്ടി ഒരു മുന്നണിയിലേക്ക് കയറി ചെല്ലുകയും ശേഷം ആ മുന്നണി സംസ്ഥാനം ഭരിക്കുകയും ചെയ്യുക എന്ന സ്വപ്നമാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരു കാര്യം കൂടി പറയാതെ വയ്യ. ഇടതുപക്ഷത്തിന് ബദലായി നിൽക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുവാനും വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചോ എന്നൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനല്ലെന്നും രമേശ് ചെന്നിത്തല യോഗ്യനാണെന്നും ഇടയ്ക്ക് പറഞ്ഞു വയ്ക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഇവിടെ ഓർക്കാനുള്ളത് വെള്ളാപ്പള്ളി ചെന്നിത്തലയെ മാത്രമേ അനുകൂലിച്ചുള്ളൂ എന്നുള്ളതാണ്. VD സതീശൻ ഉൾപ്പെടെയുള്ള മറ്റു കോൺഗ്രസ് നേതാക്കളോട് യാതൊരു അനുകൂലവും കാണിച്ചില്ല. മാത്രമല്ല ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുമെന്ന് അദ്ദേഹം ഇതുവരെയും പറഞ്ഞിട്ടില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ കയറുന്ന കാര്യത്തെപ്പറ്റി മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞത് ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് കാര്യമുണ്ടോ എന്നാണ്. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏറ്റവും ബുദ്ധിമാനായ ഒരു സാമുദായിക നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇടതുപക്ഷം അടുത്ത തവണ അധികാരത്തിൽ വരുമെന്ന് വെള്ളാപ്പള്ളി പറയുന്നത് കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കാം, പക്ഷെ കണ്ണുമടച്ചു വേണ്ട എന്നുള്ളതാണ് ഉത്തരം. സംസ്ഥാനത്ത് ഓരോ തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും ആരെങ്കിലുമൊക്കെ തോൽക്കുമെന്നും ആരെങ്കിലുമൊക്കെ ജയിക്കുമെന്നുമൊക്കെ വെള്ളാപ്പള്ളി പ്രവചിക്കും. പക്ഷേ കൂടുതലും വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ പ്രവചനം വേണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. പക്ഷേ വെള്ളാപ്പള്ളി എന്ന സാമുദായിക നേതാവിൻ്റെ ഇപ്പോഴത്തെ കളി രാഷ്ട്രീയ പാർട്ടികൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇടതുപക്ഷം വിചാരിക്കും ഈ കളി അവർക്ക് അനുകൂലമാണെന്ന്. പക്ഷേ അല്ല, ഈ കളി ഇടതുപക്ഷത്തിന് വേണ്ടിയുള്ള കളിയല്ല, ഇത് BDJSന് വേണ്ടിയുള്ള കളിയാണ്.